ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ മാഗ്നറ്റിസം എന്ന് പറയുന്ന പോർഷനിലെ ഇമ്പോർട്ടൻറ്റ് MCQs ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അധികം സമയം കളയേണ്ട, പോകാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ മെറ്റീരിയൽസ് ഹാവിങ് ലോ റിറ്റൻറ്റിവിറ്റി ആർ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ഓപ്ഷൻസ് ടെമ്പററി മാഗ്നറ്റ്സ്, പെർമനൻറ്റ് മാഗ്നറ്റ്, വീക്ക് മാഗ്നറ്റ്സ് ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പോൾ ദ മെറ്റീരിയൽസ് ഹാവിങ് ലോ റിറ്റൻറ്റിവിറ്റി ആർ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ്, ആൻസർ ഈസ് ടെമ്പററി മാഗ്നറ്റ്. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് റിറ്റൻറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. റിറ്റൻറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ മാഗ്നറ്റൈസേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിറ്റൻറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ മാഗ്നറ്റൈസേഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് മാഗ്നറ്റൈസിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ മാഗ്നറ്റിക് സർക്യൂട്ട് വെയർ ഹൈ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി റിക്വയർഡ് ഈസ് ഡാഷ് എന്നുള്ളതാണ്. ഓപ്ഷൻസ് കാസ്റ്റ് അയൺ, ഫെറോ കൊബാൾട്ട്, സോഫ്റ്റ് സ്റ്റീൽ ആൻഡ് ഗ്രേ കാസ്റ്റ് അയൺ. അപ്പോൾ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ മാഗ്നറ്റിക് സർക്യൂട്ട് വെയർ ഹൈ വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി റിക്വയർഡ് ഈസ് ദ ആൻസർ ഈസ് ഫെറോ കൊബാൾട്ട്. ആൻസർ ഈസ് ഫെറോ കൊബാൾട്ട്. അപ്പം നമ്മൾ എന്താണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് എക്സിബിറ്റ് സ്ട്രോങ് magnetism in the same direction field when magnetic field is applied to it. ഇപ്പോൾ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് വിച്ച് എക്സിബിറ്റ് സ്ട്രോങ് മാഗ്നറ്റിസം ഇൻ ദ സെയിം ഡയറക്ഷൻ ഫീൽഡ് വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ടു ഇറ്റ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊബാൾട്ട് ആൻഡ് അയൺ. എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊബാൾട്ടും അയൺ. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിസം മെക്കാനിസം ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. നോട്ട് പ്രസൻറ്റ് ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്, അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഓപ്ഷൻസ് polarity of magnetic pole, second option direction of flux in a solenoid, third option പറയുന്നത് direction of magnetic field due to a current carrying conductor in a magnetic field, fourth option പറയുന്നത് direction of force on a current carrying conductor in a magnetic field. അപ്പോൾ നമുക്കറിയാം Fleming's left hand rule is used to find direction of force ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടിങ് വയർ ഓൺ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് ദ ഫ്ലോ, ദെൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ കണ്ടക്ടിങ് വയർ ഇൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെയാണ്, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നും പറയുന്നത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, ഇത് നമ്മുടെ കറണ്ട് ആയിരിക്കും, അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോഴ്സ് ആയിരിക്കും, എഫ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് 0.95. ദ മെറ്റീരിയൽ ഈസ് ഓപ്ഷൻ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് ആൻഡ് നൺ ഓഫ് ദീസ്. ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് 0.95. ദ മെറ്റീരിയൽ ഈസ് ആൻസർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാസ് എ കോൺസ്റ്റൻറ്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഹാസ് എ കോൺസ്റ്റൻറ്റ് റിലേറ്റീവ് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഓപ്ഷൻ ലെസ് ദാൻ യൂണിറ്റി, ഈക്വൽ ടു യൂണിറ്റി, ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ആൻസർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റിലക്റ്റൻസ് ഓഫേർഡ് ബൈ ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻ നാച്ചർ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ, length of magnetic flux path, cross sectional area of material. All options are correct. അപ്പോൾ നമുക്കറിയാം reluctance offered by the magnetic circuit depends on all options are correct. All options are correct. അപ്പോൾ നമുക്ക് ഈ റിലക്റ്റൻസിൻ്റെ ഒരു ഫോർമുല നോക്കാം. റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലക്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു എ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു റിലക്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു എ. അതിൽ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാത്ത്. അപ്പോൾ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാത്ത്, മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി, എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് മെറ്റീരിയൽ, ആയിരിക്കും. അപ്പോൾ റിലക്റ്റൻസ് ഓഫേർഡ് ബൈ ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മാഗ്നറ്റിക് റെക്കോർഡിംഗ് ടേപ്പ് ഈസ് മോസ്റ്റ് കോമൺലി മെയ്ഡ് ഫ്രം ഓപ്ഷൻ സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് അയൺ, സെക്കൻഡ് ഓപ്ഷൻ സിലിക്കൺ അയൺ, തേർഡ് ഓപ്ഷൻ ഫെറിക് ഓക്സൈഡ് ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ മാഗ്നറ്റിക് റെക്കോർഡിംഗ് ടൈപ്പ് ഈസ് മോസ്റ്റ് കോമൺലി മെയ്ഡ് ഫ്രം, ആൻസർ ഈസ് ഫെറിക് ഓക്സൈഡ്. ആൻസർ എന്ന് പറയുന്നത് ഫെറിക് ഓക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ മെറ്റീരിയൽ വിച്ച് ഈസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ് ഓപ്ഷൻ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ എ മെറ്റീരിയൽ വിച്ച് ഈസ് സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോൺ ആസ്, ആൻസർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ആൻസർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് കമ്പയറിംഗ് എ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ദ ഇക്വാലൻറ്റ് ഫോർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഓപ്ഷൻ ദ കണ്ടക്ടിവിറ്റി ഓഫ് ദ ലൈൻ, സെക്കൻഡ് ഓപ്ഷൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ലോഡ്, തേർഡ് ഓപ്ഷൻ ദ കറണ്ട് ഇൻ ദ ലൈൻസ്, ഫോർത്ത് ഓപ്ഷൻ വോൾട്ടേജ് ഓഫ് ദ സോഴ്സ്. അപ്പോൾ കമ്പയറിംഗ് എ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, ദ ഇക്വാലൻറ്റ് ഫോർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ്, ആൻസർ എന്ന് പറയുന്നത് ദ കറണ്ട് ഇൻ ദ ലൈൻസ്. ആൻസർ എന്ന് പറയുന്നത് കറണ്ട് ഇൻ ദ ലൈൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേറൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.